പുതിയ ഷെഫിനെ കാണാൻ പോയ ആള് അവിടെ എന്തെടുക്കുമായിരുന്നു? ഇരിക്കും, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. അല്ല, വെജിറ്റേറിയൻ കറിയൊക്കെ വരുമെന്ന് സീതേച്ചല്ലേ പറഞ്ഞേ? അല്ല, എന്ത് പറ്റി ധർമ്മ? പുതിയ ഷെഫ് മുങ്ങിയോ? ഒന്നും ഇങ്ങോട്ട് എത്തിയില്ല. ഇതെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഒന്നുമില്ല. എന്താടാ? നിന്റെ മുഖഭാവം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. എന്തുപറ്റി? ഞങ്ങൾ എന്തെങ്കിലും മോശമാക്കിയോ? ഒന്നും ചെയ്തില്ല എന്തിനേട്ടാ, ഒരു കുഴപ്പമില്ല. പിന്നെ നിനക്കെന്താ ഒരു മൗനം? എന്നോട് പറ. ആരോടെങ്കിലും പറയണം. ഞാനത് ഇന്ദിരേട്ടനോട് പറയട്ടെ? ഹാ, പറയേ. ഒരേട്ടനോട് പറയുന്ന പോലെ പറയേ. ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു ഇന്ദിരേട്ടനെ ഞാൻ. അത് മാറിയപ്പോ ശരിക്കും എന്റെ ഏട്ടനാ ഇന്ദിരേട്ടൻ. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. ഒരു അനിയത്തി കൊച്ചുണ്ട്, ഒരു പാവം. എന്റെ നെഞ്ചിലെ ജീവന്റെ തുടിപ്പ് പോലും അവളാ. നീ കാര്യം പറ ധർമ്മ. ഞങ്ങള് 3 മക്കളായിരുന്നു. ഇന്ദിരേട്ടനറിയാലോ, അതിലൊരാളാ തീ വെച്ചോ തീ കത്തിച്ചോ മരണപ്പെട്ടു പോയത്. ആ ഒരു കാര്യത്തിലാ ഇന്ദിരേട്ടനെ ഞാൻ സംശയിച്ചത്. എന്താ ഇപ്പോഴും നീ സംശയിക്കുന്നുണ്ടോ? ഇല്ല ഇന്ദിരേട്ടാ, അങ്ങനെ സംശയിച്ച മഹാപാപം കിട്ടും. അത് മറ്റാരും എന്നെ ചതിച്ചതാണ്. ഇപ്പോഴാ മനസ്സിലായത്. ഇതൊന്നും അല്ലല്ലോ ധർമ്മ നിന്റെ മുഖത്തെ ഈ വാട്ടം. ഞാൻ പറയട്ടെ ഇന്ദിരേട്ടാ? ധൈര്യമായിട്ട് പറയടാ. എന്റെ അമ്മ ഒരു നല്ല സ്ത്രീയായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ജാരസന്തതികളാണ് ഞാനും എന്റെ അനിയത്തിമാരും. മറ്റൊരു ബന്ധമുള്ളപ്പോൾ തന്നെ, മറ്റൊരു കുടുംബമുള്ളപ്പോൾ തന്നെ എന്റെ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ വന്നതാ എന്റെ അച്ഛൻ. അറിവായപ്പോ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ ആ മനുഷ്യനെ. അപ്പോഴും വേറെ ഒരു ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ അനിയത്തിമാരും ഉണ്ടായി. അറിവായ കാലത്ത് അമ്മയോട് ചോദിച്ചു, വല്ലപ്പോഴും കുറെ മിഠായി പാക്കറ്റുകളായി വരുന്ന എന്റെ അച്ഛൻ എന്താ എന്നെ സ്നേഹിക്കാത്തെന്ന്. അമ്മ ഉത്തരം പറഞ്ഞില്ല. ഒരു കർക്കിടകത്തിൽ ജ്വരം പിടിച്ച് അമ്മ മരിക്കുന്നവരെ ഉത്തരം കിട്ടിയില്ല. പക്ഷേ അയാളുടെ മുഖം
എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. തേടി തേടി നടന്ന ആ മുഖം ഞാനിന്ന് നേരിട്ട് കണ്ടു. കണ്ടോ? എവിടെ വെച്ച്? എരിവും പുളിയും മധുരവും കൂട്ടി നമുക്ക് തീന്മേശയിൽ ആഹാരം നിരത്തി തരുന്നത് എന്റെ അച്ഛന. പുതിയതായിട്ട് വന്ന ഷെഫ്. എരിവും പുളിയും മധുരവും കൂട്ടി നമുക്ക് തീന്മേശയിൽ ആഹാരം നിരത്തി തരുന്നത് എന്റെ അച്ഛന. പുതിയതായിട്ട് വന്ന ഷെഫ്. ചതിച്ച് കടന്നു കളഞ്ഞ ഒരാളെ കാണുമ്പോ ഞാൻ എങ്ങനെ ചിരിച്ച മുഖത്തോടെ ഇരിക്കും? നിന്നെ ഉപേക്ഷിച്ചു പോയ ആള് നിന്റെ ബോട്ടിൽ തന്നെ പാചകക്കാരനായി വന്നില്ലേ ധർമ്മ? അത് വിധി. അയാൾ അനുഭവിക്കട്ടെ. ഞാനും അത്ര ഒരുപാട് വിധികളിലൂടെ കടന്നു വന്നയാളാ. എന്റെ അച്ഛനും എന്നെയും എന്റെ കുടുംബത്തെയും ഇട്ടെറിഞ്ഞു പോയ ആളാ. എന്നിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? അതുപോലെ നീയും സന്തോഷമായിട്ടിരിക്കെ. വിധിയോട് പൊരുതാൻ നമുക്ക്. മത്സരിച്ച് തോപ്പിക്കാം. വാടാ. ഇത്തിരി പോന്ന ഈ ജീവിതം ഒരു മെഴുകുതിരി നാളം പോലെയാ. എരിഞ്ഞു തീരും മുമ്പ് നമുക്ക് ആളെ കത്താം. ദേ, ആസ്വദിക്കാടാ.